ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു തെങ്ങും തൈ തെങ്ങായ കഥയാണ്. കൃഷിഭവനിൽ നിന്ന് അനുവദിച്ച പ്രകാരം ഒരു 30 തെങ്ങും തൈയുമായി അച്ഛൻ വന്നു. ആസ് യൂഷ്വൽ ഇത് വാങ്ങിക്കൊണ്ടുവരൽ മാത്രമേ നമ്മുടെ വീട്ടിൽ നടക്കാറുള്ളൂ. അവ അവിടെ തന്നെ ഇരുന്ന് നന്നാവുക എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ അച്ഛൻ്റെ ഒരു സുഹൃത്തിന് ആവശ്യം വന്നതുകൊണ്ട് അവയിൽ ഭൂരിഭാഗവും ആ സുഹൃത്തിന് കൊടുത്തു. എന്നാൽ ഒരു തൈ ബാക്കി വന്നു. ആ തൈ എവിടെയാണോ തൈകൾ കൊണ്ടുവച്ച് അവിടെ നിന്ന് ഒരു അടി പോലും നീങ്ങിയില്ല. അത് കുഴിച്ചിടാനോ ഒന്നിനും മുതിർന്നിട്ടില്ല. എന്നാൽ പൂന്തോട്ടത്തിൻ്റെ ഓരത്തായതുകൊണ്ട് അമ്മ വെള്ളം നനച്ച് എന്തായി? തെങ്ങും തൈ അവിടെ ഇരുന്ന് തെങ്ങായി മാറി. മെച്ചിങ്ങ വന്നു. ഇളനീർ പരുവമായി. സുഖം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൈ എത്തിച്ച് പൊട്ടിക്കാവുന്ന ദൂരത്താണ് ഇപ്പോൾ ഈ തെങ്ങിൻ്റെ വലിപ്പം. ഒരാളെ വിളിച്ച് നമുക്കിപ്പോൾ പൈസ മുടക്കേണ്ട കാര്യമില്ല. വളരെ എളുപ്പമായി. അപ്പോൾ ഈ ഇളനീര് ഏകദേശം വെട്ടാനുള്ള പരുവമായെന്ന് തോന്നി. അപ്പം എന്തായാലും നമുക്ക് അച്ഛനോടോ അനിയനോടോ ഇത് വെട്ടിത്തരാൻ പറയാം. അച്ഛൻ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തൽക്കാലം അബിയാണ് ഇത് വെട്ടാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമുക്ക് 2 എണ്ണം വെട്ടിയേക്കാം. അവനെ വീഡിയോയിൽ കാണിക്കരുതെന്ന് സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. എന്നാൽ സഹോദരൻ അങ്ങനെ ഒരു റിക്വസ്റ്റ് പറഞ്ഞാൽ നമ്മളത് കേൾക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് അവനെ കാണിക്കുന്നത്. ഇതിൻ്റെ ചീത്ത ഞാൻ ഒരുപാട് കേൾക്കുകയും ചെയ്തു. അപ്പോൾ ആശാൻ എന്തായാലും 2 എണ്ണം വെട്ടി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ വെട്ടിയാൽ പോരല്ലോ, ഇത് ഇളനീര് കുടിക്കാനുള്ള പരുവത്തിലേക്ക് ആക്കണ്ടേ. എന്നെ ഷൂട്ട് ചെയ്താൽ ഞാൻ അരിഞ്ഞു കളയും എന്ന് പറഞ്ഞതാണ് ആ കണ്ടത്. അങ്ങനെ അവൻ തന്നെ എനിക്കത് വെട്ടിത്തരാൻ തുടങ്ങി. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിച്ചത്ര മൂപ്പ് അതിനായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനകത്ത് കാമ്പൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെ തന്നെ ആയാലും നമുക്കൊരു സമാധാനമായല്ലോ. കാരണം ഇനിയിപ്പോൾ ഇളനീര് കുടിക്കണം തോന്നിയാൽ ആരെയും വിളിക്കണ്ടല്ലോ. മറ്റേത് ഒരു ഇളനീര് വേണമെച്ചാൽ ഇവിടെ സ്ഥിരം തേങ്ങ ഇടാൻ വരുന്നൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആളെ നമ്മൾ വിളിക്കണം, ആളുടെ സൗകര്യം കാത്തു നിൽക്കണം. ഇതിപ്പോൾ എന്താ സുഖം, വെട്ട് കത്തിയെടുക്കുക, ചെല്ലുക, വെട്ടുക. പക്ഷേ ഇളനീർ പരുവാകാൻ ഇപ്പോഴും അനിയനോ അച്ഛനോ സഹായിക്കണം. അതുമാത്രമേ ഉള്ളൂ ഒരു വിഷമം. അതെന്തോ ആവട്ടെ, പാവം വെട്ടി അടിപൊളിയാക്കി തരുന്നുണ്ട്. കുടിച്ചു നോക്കിയ വിശേഷമാണ് ഞാൻ പറഞ്ഞത്. അതിൽ ചെറിയ വിഷമമുണ്ട്. പോട്ടെ, അതിൽ ഇനിയും തേങ്ങയുണ്ടല്ലോ. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം അടിപൊളിയായിട്ട് കുടിക്കാം. അങ്ങനെ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.